നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പോലീസിന്റെ മൊഴിയെടുത്തു. ദേവികയ്ക്കെതിരെ ഞാൻ ശരിക്ക് പറഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞോണ്ടായോ? അതിലെന്തെങ്കിലും സത്യം വേണ്ടേ? സത്യമാണോ നുണയാണോന്നൊക്കെ പിന്നീട് മനസ്സിലാവും. അല്ലെങ്കിൽ വാ തുറന്ന കള്ളം പറയലാണല്ലോ നിന്റെ പണി. ആ നീ അത് ചെയ്തോ, ഞങ്ങൾ നേരിട്ടോളാം. സന്തോഷം. ഈ ധൈര്യം എപ്പോഴും ഉണ്ടായിരിക്കണം. ഓർമ്മയുണ്ടല്ലോ ജയില്? നല്ലോണം ഓർമ്മയുണ്ട്. എന്നെ അങ്ങോട്ട് അയച്ച നിന്നെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എന്തായാലും ആ നശിച്ച കാര്യം ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് ഇതിരിക്കട്ടെ. ഒരു ടിപ്പ്. നിങ്ങളെന്നെ തല്ലിയല്ലേ? ജയിലിനെ കുറിച്ച് എപ്പ പറഞ്ഞാലും ഞാൻ തല്ലും. ഇനിയും പറഞ്ഞാൽ ഇനിയും തല്ലും. ശരിയാക്കി തരാം നിങ്ങളെ. ആണോ? ഉറപ്പിച്ചോ? എന്നാ പിന്നെ ഇതൂടെ ഇരിക്കട്ടെടി. പരാതി പറയുമ്പോഴേ ഇതും കൂടെ അങ്ങ് ചേർത്ത് പറഞ്ഞു. നിങ്ങൾ ഇതിന് കണക്ക് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞോളാം. നീ എന്തിനാ അവളെ തല്ലാൻ പോയത്? എന്നെ പരിഹസിച്ചാ പിന്നെ ഞാൻ എന്നാ വേണം? അവള് വല്ല കത്തും എഴുതി വെച്ച് ആത്മഹത്യ ചെയ്താലേ നമ്മളെല്ലാം കൊടുക്കില്ലേ? അതിലൊന്നും എനിക്ക് ഒരു പേടിയില്ല. അവളെ ഈ വീട്ടിൽ നിന്ന് എത്രയും വേഗം പുറത്ത് കളയണം. അത്രേ ഉള്ളൂ എനിക്ക്. അതിന് ഞാൻ പലതും ചെയ്യും. അതിൽ പെടും ഈ അടിയും. അവൻ അവിടെയും വന്നിരുന്നു, ആ വിഷ്ണു. സ്റ്റേഷനിലോ? അതെ, പക്ഷേ പെട്ടെന്ന് പോയി. ഇത്രയും ദിവസമായിട്ടും അവൻ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിലാണ് എനിക്ക് വിഷമം. അന്വേഷിക്കുന്നുണ്ട്. അടുത്ത് തന്നെ എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ഒരു കാര്യം ഉറപ്പാ, അവനെ ചന്ദ്ര പേടിക്കുന്നുണ്ട്. മാത്രമല്ല അവർ തമ്മില് സാധാരണയിൽ കവിഞ്ഞ ഒരു അടുപ്പമുണ്ട്. അതെന്തായിരിക്കും ആ അടുപ്പത്തിന് കാരണം? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചന്ദ്രയുടെ ആ ബന്ധുവില്ലേ, അയാളോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റിയേക്കും. കാണാം, നേരിട്ട് കണ്ടു തന്നെ ചോദിക്കാം. അവന്റെ ബോഡി ലാംഗ്വേജും അവന്റെ മുൻപിൽ നിൽക്കുമ്പോഴുള്ള ചന്ദ്രയുടെ ബോഡി ലാംഗ്വേജും കാണുമ്പോഴേ തോന്നുന്ന എന്താണെന്നറിയോ? അവൻ എന്തോ ഒരു കാര്യം പറഞ്ഞ് ചന്ദ്രയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടെന്നാ.